പ്രത്യേകിച്ച് മലയാളികൾ കൂടുതൽ കാലം ജീവിക്കാൻ തുടങ്ങി. പ്രായമാവുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തും ഒരു ലോകത്തും എളുപ്പമല്ല. അത് കഴിഞ്ഞിട്ടുണ്ട് അവരുടേതായ ഒരു ലൈഫും എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഒരു അവസാന യാത്ര വീടിനോട് പറഞ്ഞ് പോണ ഒരു ഘട്ടം. അത് നല്ല കാര്യമാണോ അതൊരു മോശ കാര്യമാണോ എന്നുള്ളത് അവിടെയാണ് ഈ ഡിബേറ്റ് നടക്കുന്നത്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു അവസാനത്തെ 1000 ദിവസങ്ങൾ ഇപ്പൊ ആരും എന്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാനോ ഒന്നും കരുതി വെക്കുന്നില്ല. ചിരി ഉണ്ടായിരുന്നിടത്താണ് ചുളിവ് വീണതെന്ന്. ഞാനും ലിജിനും ഷാമും ഒക്കെ ഉൾപ്പെടുന്നവർ ഇതിന്റെ റീസൺ ആണ്. കാരണം അവരും കഷ്ടപ്പെട്ട് നമ്മുടെയൊക്കെ പോലെ യൂത്ത് ആൻഡ് യങ് ആയിട്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ നാട് ഇനി നേരിടാൻ പോണ ഏറ്റവും വലിയ ചലഞ്ചസ് എന്നുള്ളത് അത് നമ്മളെപ്പോഴും ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഇൻട്രസ്റ്റിംഗ് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ല, പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു കൊച്ചിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഒരു കുട്ടി, ഒരു 10-12 വയസ്സുണ്ടാവും, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, ഒരു ഗ്യാതറിംഗ് ഇടയ്ക്കാണ്, മലയാളിയാണ്. എന്റെ അങ്കിളേന്ന് വിളിച്ചു. ഞെട്ടിപ്പോയി. ഇതിനു മുമ്പ് എന്നെ ആരും അങ്കിളെ വിളിച്ചിട്ടില്ലാത്ത കൊണ്ടല്ല, പക്ഷെ അതൊരു ഭയങ്കര ഒരു പെട്ടെന്നൊരു സ്ട്രൈക്കിംഗ് ആയിരുന്നു എനിക്ക്. പ്രായമായി എന്നുള്ളൊരു പെട്ടെന്ന് മോളിൽ നിന്നുള്ളൊരു റിമൈൻഡർ ഓർമ്മപ്പെടുത്തൽ പ്രായമായി എന്ന് പറയുന്ന പോലെ. നമ്മള് 3 പേരും ഏജ് കെയർ സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരും ആയതുകൊണ്ട് ഏജിങ് എന്ന് പറഞ്ഞാൽ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് പ്രോസസ്സ്. മലയാളികൾ എന്ന രീതിയിൽ മലയാളികളുടെ ഇടയിൽ നമ്മളെ ആ എത്നിക് ഗ്രൂപ്പ് നമ്മൾ ഉൾപ്പെടുന്ന എത്നിക് ഗ്രൂപ്പിലെ പ്രായമാവലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പക്ഷെ നാട്ടിൽ ഒട്ടും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമായിട്ടും എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം ചർച്ച ചെയ്ത് തുടങ്ങുന്ന ഒരു നമുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു കമ്പാരിസണോ ഒന്നും അല്ല ഞാൻ മീൻ ചെയ്യുന്നത്, പ്യുവർലി നാട്ടിലെ ആ ഒരു ഏജിങ് പ്രോസസ്സ്, ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റ്സ് എങ്ങനെയാണ്, എന്താണ് നമ്മൾ മുന്നോട്ട് കാണുന്നത് എന്നുള്ളത്. നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് സീ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ബാക്ക് ഹോം എന്നുള്ളതിന് ഒന്ന് അനലൈസ് ചെയ്തായിരുന്നു നാട്ടില്. അപ്പോൾ അതിൽ കണ്ട കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റാസ് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു അടുത്ത 5 കൊല്ലം കൊണ്ട് 100-ൽ 35 പേര് 60 വയസ്സ് കൂടുതലുള്ളവരാവും. പ്രായമാവുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതായത് 2030 നമ്മളൊരു 100 പേരെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അതിൽ 35 പേര് 60 വയസ്സ് കൂടുതലുള്ളതായിരിക്കും. നമ്മളതിപ്പെടൂല. പക്ഷെ അത് നമ്മൾ ഉൾപ്പെടെ ഉള്ളവരൊരു കാരണമാണ്. അതായത് നമ്മള് പേരൻസ് ഒക്കെ അതിനകത്തൊരു അംഗങ്ങളാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ വരുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് മലയാളികള് കൂടുതൽ കാലം ജീവിക്കാൻ തുടങ്ങി. സന്തോഷം. മലയാളികൾ കൂടുതൽ കാലം ജീവിക്കാൻ തുടങ്ങി. പണ്ട് മലയാളികളുടെ ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി വെച്ചുകൊണ്ടിരുന്നത് ഒരു 60-കളിലായിരുന്നെങ്കിൽ ഇന്നത് 80 കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എന്തുകൊണ്ട് മലയാളികൾ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നതിനെ കുറിച്ച് സ്റ്റഡികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മള് നേരത്തെ പറഞ്ഞായിരുന്നു റാഷീദ്, കാരണം ആ ഒരു മലയാളികളുടെ ജീവിതം കൂടുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വയസ്സ് ജീവിക്കുന്ന ഒരു പ്രായമായവരുടെ സംസ്ഥാനം കൂടിയാണ് കേരളം. അതെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രായമായവർ ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് നല്ല കാര്യമാണോ അതൊരു മോശ കാര്യമാണോ എന്നുള്ളത് അവിടെയാണ് ഈ ഡിബേറ്റ് നടക്കുന്നത്. നമുക്ക് ഒരു പ്രായമാകുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിൽ വളരുന്നതോടൊപ്പം തന്നെ അവരെ എങ്ങനെ നമുക്ക് ഒരു വളരെ സോഷ്യലി കോഹസീവായിട്ട് വളരെ വെൽബീയിങ് മേക്ക് ഷുവർ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ആ കമ്മ്യൂണിറ്റിയിൽ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ നാട് ഇനി നേരിടാൻ പോണ ഏറ്റവും വലിയ ചലഞ്ചസ് എന്നുള്ളത്. റാഷിദ്, അപ്പൊ നമ്മളാ ഇത് പറഞ്ഞ പ്രായമാവുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ അതിന്റെ നമ്പേഴ്സും നമ്മുടെ ഓഡിയൻസിന് അത് മനസ്സിലാവാനായിട്ട് അത് എന്തായിരിക്കും? 35 പേരെന്ന് പറഞ്ഞു. ഇപ്പം അതിനൊരു പെർസെന്റേജിലേക്കൊക്കെ ആക്കുവാണെങ്കിൽ പെർസെന്റേജ് പറയുന്നത് പ്യൂർലി ഇങ്ങനെ നമുക്കൊരു കഴിഞ്ഞ 60 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതിനെയും കാട്ടിയും 2025 ആവുമ്പോൾ അതിന്റെ 3 ഇരട്ടി പ്രായമായവരായി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എബോവ് 60 എന്നുള്ളത്. അതായത് 1960-കളിൽ ഇന്ത്യൻ പോപ്പുലേഷന്റെ വെറും 5% ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്ന 60 വയസ്സുള്ളവരെങ്കിൽ ഇന്ന് ഇന്ത്യൻ പോപ്പുലേഷന്റെ 15%, 15-17% ഓൾറെഡി ഇന്ത്യയിലെ കേരളത്തിലെ പ്രായമായവര്. അതായത് 3 ഇരട്ടിയിലധികം ആൾക്കാര് ഒരു കഴിഞ്ഞ 60 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില്
ആ പ്രായത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു ഇക്വാലന്റ് ടു നമ്മൾ ഇവിടെ കാണുന്ന അതിനോട് വളരെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെൻഡാണ്. കാരണം അവിടെ ആൾക്കാർ കൂടുതൽ കാലം ജീവിക്കുന്നു, കാരണം അവരുടെ സൗകര്യങ്ങളും ഹെൽത്ത് സപ്പോർട്ടും കൊണ്ടാവാം. അതിന് എല്ലാവരും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, ഇപ്പം കേരളത്തിലെ ബാക്കി സംസ്ഥാനങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ പോലെ, ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയെങ്കിലും കേരളത്തിലെ പോലെ അതേപോലെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് സിസ്റ്റം, അതായത് പ്രൈമറി കെയർ തുടങ്ങി നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് തുടങ്ങി ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് തുടങ്ങുന്ന നമ്മൾ ആ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് സിസ്റ്റം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് എ മെയിൻ റീസൺ we are living longer. Access to health. Healthcare. ആ ഒരു ഇപ്പൊ ഒരു ഗവൺമെന്റ് സെക്ടറിലുള്ള അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് കംപ്ലൈന്റ്സുകളൊക്കെ ഉണ്ടാവും, പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് ദേർ അല്ലെ, നമുക്ക് പോവാൻ സ്ഥലമുണ്ട്. നമുക്കൊരു അസുഖമായിരുന്നു, നമുക്കൊരു ഓവർ ക്രൗഡിനെ കുറിച്ച് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം, നമുക്ക് ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവാണ് അല്ലെങ്കിൽ നഴ്സിന്റെ എണ്ണം, നമുക്ക് ഇതെല്ലാം പറയാം, പക്ഷെ യു ഹാവ് എ പ്ലേസ് ടു ഗോ. ചികിത്സ കിട്ടും, പ്രൈമറി കെയർ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അത് കിട്ടിയിരിക്കും. നമ്മൾ വെസ്റ്റേൺ കണ്ടുകൾ കണ്ടാൽ പോലും ഇത്രയും ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ UK കാനഡയിലോ പോകുന്ന അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഇൻക്ലൂഡിംഗ് ഓസ്ട്രേലിയ വരുന്ന മലയാളികൾക്ക് നമുക്കങ്ങനെ ആ ഒരു ഹെൽത്ത് കെയറിനുള്ള ആക്സസ് ഉണ്ടല്ലോ, ഓടിച്ചെല്ലുമ്പോൾ നമ്മൾ ഒരാൾ കാണാനുള്ള, പക്ഷെ അതിനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമായിട്ട് വളരെ നമ്മൾ അക്കോമഡേറ്റ് ആയി പോയത് കൊണ്ടാണ്. നമ്മളിപ്പം നമ്മൾ 13 കൊല്ലമായി നമ്മളിവിടെ പുറത്ത് ജീവിക്കുന്നതിൽ കൂടിയും ഈ സ്റ്റിൽ നമുക്ക് അതിന്റെ ഒരു എന്താ പറയുക ബെനിഫിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തവരാണ് അല്ലേ. ഇപ്പം നാട്ടിൽ പോകുമ്പോ മറ്റേ സ്പെഷ്യലിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് അങ്ങനെയുള്ളവരെ കാണാൻ അതിന് തന്നെയായിട്ട് നാട്ടിൽ പോകുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഞാൻ ചെയ്തിട്ടുമുണ്ട്. നാട്ടിൽ ചെന്നിട്ട് മറ്റേ പല അസുഖങ്ങൾക്കും ഡോക്ടറെ കാണുന്നു. എനിക്ക് ഷ്യാം എസ്പെഷ്യലി ഒരു ഏജ് കെയർ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നമ്മളൊരു ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഭാഗം ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ചസ് ആണ് പ്രായമായ ആൾക്കാർ അവസാനം ഹോസ്പിറ്റലിൽ എത്തിപ്പെടുകയും അവരൊരു ഏജ് കെയറിലേക്ക്, ഒരു ഹോമിന് പകരം ഏജ് കെയറിലേക്ക് പ്ലേസ് ചെയ്യുന്നു. നഴ്സിംഗ് ഹോം ഇവിടെ ഷ്യാം കണ്ട ആ ഒരു ജേർണി, അതൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഹാർഡ് ഡിസിഷൻ ആണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഷ്യാമിനെ സംബന്ധിച്ച്? ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ റാഷിദ്, ഇപ്പൊ ഞാൻ എന്റെ ലാസ്റ്റ് ഞാൻ ഹെൽത്ത് കെയറിൽ ഉണ്ടായിരുന്ന ജോലിയിലെ ഒരു വളരെ വേദനിപ്പിക്കുന്ന ഒരു തരം ജോലിയായിരുന്നു. കാരണം നമ്മൾ ഒരു മനുഷ്യന്റെ ഒരു 10, 60, 70 വർഷത്തോളം ഒരു വീട്ടിൽ താമസിച്ച് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ, ഇപ്പം ഇവിടുത്തെ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൾച്ചറിൽ അവരെ ആ വീട്ടിൽ നിന്ന് പറിച്ച് നമ്മളൊരു നഴ്സിംഗ് ഹോമിലേക്ക് അല്ലെങ്കിൽ ഏജ് കെയറിലേക്ക് മാറുക അല്ലെങ്കിൽ മാറ്റുക, അവരുടെ ഒരു ആവശ്യത്തിന്റെ ഭാഗമായിട്ട് മാറുക എന്നൊരു കൾച്ചറുണ്ട്. ഇവർ കൾച്ചറലി അല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് അവർക്ക് അറിയാം അങ്ങനെ ആവും എന്നുള്ളതും, ആ ഒരു സമയമാകുമ്പോൾ അങ്ങോട്ടേക്ക് മാറേണ്ടത് ഒരു അനിവാര്യതയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ കൂടെ കടന്നു പോണ ഒരു മനുഷ്യന്റെ ഒരു വേദനകളുണ്ടല്ലോ, അത് ഒത്തിരി കാണാനും അതിന്റെ കൂടെ ഒത്തിരി പേരുടെ കൂടെ സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ഏകദേശം 2000-3000 അടുത്തോളം ഈ പ്രായമായ ആൾക്കാരുടെ അത്തരം ജേണിയിൽ, അതായത് വീട്ടിൽ നിന്ന് നഴ്സിംഗ് ഹോമിലേക്ക് വീടിനെ പറ്റി കംപ്ലീറ്റ്ലി മറന്ന് ഒരു അവസാന യാത്ര വീടിനോട് പറഞ്ഞ് പോണ ഒരു ഘട്ടം. എന്റെ മരണം അവിടെ ആയിരിക്കുമെന്ന് തീർച്ചയായിട്ടും അവർക്ക് മരിക്കുക എന്നുള്ളൊരു ദിവസങ്ങളും മരിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനെപ്പോഴും പറയാറുണ്ട് ആ ഒരു അവസാനത്തെ 1000 ദിവസങ്ങൾ അതിൽ കൂടെ പോണ ഒരു മനുഷ്യന്റെ അവസ്ഥ കൂടെ ഒത്തിരി പേരെടുത്ത് സംസാരിക്കുമ്പോൾ ഉള്ളൊരു അനുഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അത് എളുപ്പമല്ല. പ്രായമാവുക എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തും ഒരു ലോകത്തും എളുപ്പമല്ല. അത് നമ്മുടെ ഒരു അനിവാര്യത. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിൽ കൂടെ കടന്നു പോയേ പറ്റൂ. നമ്മുടെ നാട്ടില് ഇപ്പോ ലോൺലിനെസ് അത് വളരെ കൂടുതലാണ്. ഞാനും നീയും നമ്മളും എല്ലാം ഉൾപ്പെടുന്നവരുടെ റീസൺ ആണ്. ഇപ്പൊ എന്റെ വീട്ടിലായാലും 3 അമ്മക്കളുണ്ട്, പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 3 പേരും പുറത്താണ്. പ്രത്യേകിച്ചും നാട്ടിലെ ഒരു വീട്ടിലൊരു ആളെങ്കിലും പുറത്തുള്ള നമ്മളൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അപ്പോ അങ്ങനെ ആയി വരുമ്പോ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എവരുടെ വെൽബീയിങ് ആണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോ നമുക്ക് അതേസമയം ഇവിടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മാത്രമല്ല പല വെസ്റ്റേൺ കൺട്രീസിലും അവരുടെ ഹെൽത്ത് സിസ്റ്റവും അവരുടെ സോഷ്യൽ സിസ്റ്റവും അതനുസരിച്ച് മാറുന്നുണ്ട്. നമുക്ക് നാട്ടില് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനകത്തുള്ള ലിമിറ്റ്, നമ്മളൊരു ഗവൺമെന്റ് സിസ്റ്റത്തിന് അതിനുള്ള ലിമിറ്റ് ഭയങ്കര എന്താ പറയുക, അവർക്ക് അതിൻ്റെതായ ലിമിറ്റുകളുണ്ട്, ചലഞ്ചാണ്. എന്തൊക്കെ ആയിരിക്കാം അവിടെ ഷ്യാം കാണുന്ന ഒരു മാറ്റം, വേണ്ടി വരുന്ന ഒരു മാറ്റം എന്ന് തോന്നുന്നു? അത്
നാട്ടിലെ അവസ്ഥ, ഇപ്പൊ നാട്ടിലെ പോപ്പുലേഷൻ കൂടുതലാണ്. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന പോലെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്ത് ജനസംഖ്യ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്, ഡെൻസിറ്റി കുറവാണ്. ഒരു സ്ഥലത്തും താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഇപ്പൊ അവിടെ ഒരാളുണ്ടെങ്കിൽ ഒരു 2-3 ആള് ഒരു ലൊക്കാലിറ്റിയിൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വീടുകളിൽ പോയിട്ട് അവരെ നോക്കാനും അല്ലെങ്കിൽ ഒരു ദിവസം ഒരു തവണയെങ്കിലും പോയി നോക്കാനൊക്കെ ഉള്ളൊരു അവസരമുണ്ട്. ഇപ്പൊ ഞാൻ ഓർക്കണത്, ഇവിടെ വന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാനൊരു വോളണ്ടറി ആയിട്ടൊരു ജോലി ചെയ്തായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി ഫോൺ എടുക്കുക, നമുക്ക് ഓരോ ആൾക്കാരനെ അലോക്കേറ്റ് ചെയ്ത് തരും, പ്രായമായിട്ടുള്ള ആൾക്കാരനെ. ഇത്ര മണിക്ക് ഇത്ര ദിവസം ഒരു റോസ്റ്റർ ഉണ്ട്. ഞാനിവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വോളണ്ടറി, അപ്പോൾ നമ്മളവിടെ ചെയ്ത്, കാരണം നമ്മൾ അവരെ വിളിക്കുന്നു, അപ്പോൾ ഇന്ന ആളുടെ വീടല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് അറിയാം നമ്മൾ വിളിക്കുന്നുള്ളത്. അപ്പോൾ അതിൽ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അവർ ഓക്കെ ആണോ, നമ്മൾ അവരെ ഒരു ഒറ്റപ്പെടലിൽ കൂടെ ആണല്ലോ കടന്നു പോണത്. ഹലോ ഹവായു എന്ന് പറഞ്ഞാലോ, ഓക്കെ ഇന്ന ആളോ മിസ്സിസ് ഇന്ന ആളാണോ, ഓക്കെ ആണോ, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കണമെന്ന് പറയുമ്പോ അവര് പലപ്പോഴും അവർ ആ വിളി കാത്തിരിക്കാറുണ്ട്. അത് ഭയങ്കര ഒരു, കാരണം ഇപ്പൊ ഇവിടത്തെ ഒരു സംസ്കാരത്തില് ഇവരിങ്ങനെ മക്കളൊക്കെ ഒരു പ്രായം കഴിഞ്ഞ ഇപ്പൊ നമ്മുടെ പോലെ നമ്മളതിന് ഒത്തിരി വ്യത്യാസമൊന്നുമല്ല. അവർ മാറി താമസിക്കുന്നു, പേരക്കുട്ടികൾ പോകുന്നു. ആ ഒരു ഒറ്റപ്പെടൽ റാഷി നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് വന്നു എന്നുള്ളൂ അലിജി. കാരണം ആ ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ, ആ ഒറ്റപ്പെടലിനെ മനുഷ്യനെ കൊണ്ട് തന്നെ അതിനൊരു മരുന്നുള്ളൂ. ആ ഹ്യൂമൻ കണക്ഷൻ ആണ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പോൾ എസ്പെഷ്യലി ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, സ്വീഡൻ പോലെ കൺട്രികളിലൊക്കെ നമ്മൾ വിർച്വൽ കെയർ വളരെ അധികം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ഇപ്പൊ ഓസ്ട്രേലിയ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള, ഞാൻ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു പരിപാടിയിൽ എനിക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നു. നമ്മൾ കോവിഡിന്റെ സമയത്ത് ഹെൽത്ത് ചെക്ക് ചെയ്യും, നമ്മൾ വിർച്വൽ കെയർ ഉപയോഗിച്ച് ഹെൽത്ത് ചെക്ക് ചെയ്യുന്നു. അതേ സെയിം കൺസെപ്റ്റ് നമ്മൾ ഏജ് കെയറിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പൊ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, പബ്ലിക് ചെയ്യുന്നവരുണ്ട്, പബ്ലിക് സിസ്റ്റത്തിന് ചെയ്യുന്നവരുണ്ട്. We just make sure they take the medicine. നമുക്ക് റെഗുലർ ആയിട്ട് ഇൻസുലിൻ എടുക്കുന്നവരുണ്ടോ നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഗവൺമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം അവർ ചെക്ക് ചെയ്യുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ റീ അഡ്മിഷൻ റേറ്റ് ഭയങ്കര കുറവാന്നുള്ള. പലപ്പോഴും ആൾക്കാർക്ക് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഫോൾ ഉണ്ടാവുന്നതും അവരെ ഹെൽത്ത് ഡിറ്റീരിയേറ്റ് ആവുന്നതും അവർ സമയത്ത് ആഹാരം കഴിക്കാത്തതുകൊണ്ടും സമയത്ത് മെഡിസിൻ എടുക്കാത്തതുകൊണ്ടും ആണെന്നുള്ളതാണ് പുതിയ സ്റ്റഡീസ് ചോദിക്കുന്നത്. റാഷിദ് തോന്നുന്നുണ്ടോ അങ്ങനത്തെ ഒരു സിസ്റ്റം നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ച് ആയിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റത്തെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് റാഷിദ്? നമുക്ക് ഇപ്പോ അതിനെ കൊണ്ട് ഉണ്ടാവുമോ ഇല്ലതിനപ്പുറം അത് അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ഇവിടെ നമ്മൾ കാണാത്ത ഒരു സംഭവം നാട്ടിലുണ്ട്. നാട്ടിലെ ഒരു സോഷ്യൽ കണക്ഷൻ, സാമൂഹ്യ ബന്ധം എന്ന് പറയാം. ഇപ്പൊ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർ ഒരു വടിയൊക്കെ പിടിച്ച് നടന്ന് ഒരു ചായക്കടയിലെത്തി ഒരു ചായയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഒരു ബീഡിയൊക്കെ വലിച്ച് അവര് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സുഖം ഉണ്ടല്ലോ, അത് ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. കാരണം ഇപ്പൊ നമ്മൾ തന്നെ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടിന്റെ അപ്പുറത്ത് ആരെ താമസിക്കുന്നത് നമുക്ക് അറിയില്ല. കാരണം അങ്ങനെ ഒരു സോഷ്യലി ഡിസ്കണക്റ്റഡ് സിസ്റ്റം ഉണ്ട്. പക്ഷെ അതിലൊരു സോഷ്യൽ എലമെന്റ്, ഒരു സാമൂഹ്യ എലമെന്റ്, നമ്മുടെ ഒരു അയൽക്കൂട്ടങ്ങളോ അല്ലെങ്കിൽ ഒരു അപ്പുറത്ത് നമ്മുടെ അയൽവക്കങ്ങള്. പക്ഷെ നമുക്ക് അപ്പോഴും മിസ്സാവുന്നത് സ്ത്രീകളാണ് കൂടുതൽ. ആണുങ്ങള് കൂടുതൽ നമ്മൾ പുറത്ത് ചായക്കടയിൽ പോകണതാണ്, നടക്കാൻ പോകണതാണ്. പക്ഷെ നാട്ടില് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അമ്മയൊക്കെ ഇപ്പം അവർക്ക് സൺഡേ എല്ലാ ആഴ്ചയും എനിക്ക് തോന്നുന്നു അവർക്ക് മീറ്റിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവര് 1 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ആ നാട്ടിലുള്ള സ്ത്രീകളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പർപ്പസ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവല്ലയോ ആ ഭാഗത്ത് എവിടെയെന്ന് കാണുന്നു തോന്നുന്നു കേട്ടോ, കുറച്ച് അധികം സീനിയർ സിറ്റിസൺസ് അവരെല്ലാം റിട്ടയർ ആണ്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അവര് തന്നെ വന്ദേ ഭാരതിൽ കയറി കോഴിക്കോട് പോയി ബീച്ചും കണ്ട് ഫുഡും കഴിച്ച് തിരിച്ച് വന്ദേ ഭാരതത്തിന് തിരിച്ചു വരാൻ പോവാ. ദേ ആർ ഹെൽത്തി. അവര് തന്നെ അവരുടെ കുറച്ച് ഒരു ഗ്യാങ്ങുകൾ ഉണ്ടാക്കി അവര് തന്നെ പോവുകയാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഒരു ഏജ് ഉണ്ടല്ലോ, ഇപ്പൊ ഇറങ്ങുന്നവർ കുറച്ചും കൂടെ ബോധമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പൊ ആരും എന്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കാനോ ഒന്നും കരുതി വെക്കുന്നില്ല. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ആരാണെങ്കിലും ഇപ്പം നമ്മളാണെങ്കിൽ പോലും നമ്മളെ മക്കളെ വളർത്തുക, ദാറ്റ്സ്
അത് കഴിഞ്ഞിട്ടുണ്ട് അവരുടേതായ ഒരു ലൈഫും എല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ്. അവരുടേതായ സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ആവണം. പിന്നെ ഞാൻ ഇതിനകത്ത് ചെറിയൊരു ആഡ് ചെയ്യാൻ പറ്റിയ സാധനമുണ്ട്. ഞാനിപ്പം ഹെൽത്ത് സ്പാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ടേം ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പം ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഹെൽത്ത് സ്പാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം നമ്മുടെ നമ്മൾ എന്താ പറയണേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എത്ര കാലം നമുക്ക് ഹെൽത്തി ആണ് എന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്യണം. ഇപ്പം ഞാൻ എക്സസൈസും ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ആൾക്കാർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പ്രായമാവുമ്പം നമ്മൾക്ക് സാർക്കോപ്പീനിയ, നമ്മൾ മസിൽസ് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ പോകുമ്പം നമുക്ക് അതിനെ അപ്പം ആവശ്യമായുള്ള കുറെ മൂവ്മെന്റ്സ് ഉണ്ട്. ഒന്ന്, ഇരുന്നിട്ട് എഴുന്നേക്കുക. 2, ഒരു സാധനം താഴ്ത്തുനിന്ന് എടുക്കാൻ പറ്റുക. 3, നമുക്ക് ഒരു സാധനം ക്യാരി ചെയ്യാൻ പറ്റുക. എടുത്ത് വെക്കുക. അപ്പൊ താഴ്ത്തുനിന്ന് പൊക്കി എടുത്ത് മാറ്റി വെക്കുക. അപ്പൊ കൊച്ചുമക്കൾ എടുക്കാൻ പറ്റുക. ഒരു കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുക. ഇപ്പൊ ഒരു സാധനം മോളിൽ നിന്ന് എടുക്കാൻ പറ്റുക. അങ്ങനെ ഇങ്ങനെ കുറച്ച് മൂവ്മെന്റ്സ് ഉണ്ട്. ഒരു സാധനം പിടിച്ചോണ്ട് നടക്കാൻ പറ്റുക. അപ്പൊ ഗ്രിപ്പ് സ്ട്രെങ്ത്, ബാക്ക് മറ്റേ നമ്മുടെ കാലിന്റെ സ്ട്രെങ്ത്, ബാക്കിന്റെ സ്ട്രെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് പറയുന്നത് അതിൽ ഫോക്കസ് ചെയ്ത് വേണം ഒരു 30 ഇയേഴ്സ് 35 ആ ഒരു ഏജ് കഴിഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞാലാണ് നമ്മുടെ മസിൽസിന്റെ ഗ്രോത്ത്. പ്രീമിയം ഏജ് 30 ആണ്. അത് കഴിഞ്ഞാൽ മസിൽ ഗ്രോത്ത് താഴോട്ട് പ്രായമാവുക എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു ശരീരത്തിന്റെ ഗ്രോത്ത് എത്തി നമ്മളൊരു 30-32 ആ പ്രായത്തോടു കൂടിയാണ് നമ്മൾ ആ ഒരു കർവ് താഴേക്ക് വരുന്നതാണ് ഭയപ്പെടുന്നത്. പല്ലില് തുടങ്ങി എല്ലിലേക്ക് അങ്ങനെ ഒരു കർവിന്റെ ഏറ്റവും സ്പൈക്ക് ആവുന്നത് പുതിയ സ്റ്റഡീസ് പറയുന്നത് 44ഉം 60 ഏജിങ്ങിന്റെ ആ സ്പൈക്ക് എന്ന് പറയുന്നത് 44ഉം 60 ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് 44-ാമത്തെ വയസ്സിലും 60-ാമത്തെ വയസ്സിലുമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ 35 to 44 ഏജിൽ ഉള്ളവര് നമ്മുടെ സ്ട്രെങ്ത് ട്രെയിനിങ് ഈ മൂവ്മെന്റുകളിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം ആ മസിൽസ് നന്നായിട്ട് ബിൽഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ മസിൽ ലൂസ് ചെയ്യുമ്പോൾ ആ മസിൽസ് ഒത്തിരി ലൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് കൂടുതൽ കാലം ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പറയുന്നത്. ദാറ്റ്സ് ലൈഫ് സ്പാൻ. അപ്പൊ നമ്മൾ കമ്മിങ് ബാക്ക് ടു നമ്മൾ ആ ഒരു ഏജിങ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു ചെയ്യുന്ന ചെറിയൊരു സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാടിന്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് ഏജ് കെയർ ഫീൽഡിൽ അല്ലെങ്കിൽ വാർദ്ധക്യമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഹെൽത്ത് കെയർ ഇന്നോവേഷനോടൊപ്പം തന്നെ സോഷ്യൽ ഇന്നോവേഷനും വേണം. അതില്ലാതെ നമ്മുടെ മലയാളികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും പാടായിരിക്കും. അതിലൂടെ അവർക്കൊരു നല്ലൊരു ഹെൽത്തി ഏജിങ് ഉണ്ടാവാനും പാടായിരിക്കും. എനിക്ക് ഇപ്പോഴുള്ള കണക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ നാട്ടില്, നമ്മള് കൂടുതലും അത് ബ്രേക്ക് ചെയ്യാനാണ് കുറെയൊക്കെ. ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ പേരൻസിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. എത്രത്തോളം അവർക്ക് കുറച്ചു നാളൊക്കെ ഒരു കൊച്ചുമക്കളോട് നമ്മളോടൊക്കെ ഇരിക്കുക ഹാപ്പി ആണെങ്കിൽ അവര് ദേ സ്റ്റിൽ വെരി അതെ നമ്മളാ ഒരു നാടിനോടുള്ള ഒരു ബന്ധം ഭയങ്കര സംഭവമല്ലേ. നമുക്ക് തന്നെ അത് അക്സെപ്റ്റ്, നമ്മൾ പുറമെ ജീവിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് അത് ഒരു നാടാണല്ലോ. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഒരു സ്പന്ദനം നാടാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും അല്ലേ അത് ചോദിക്കാറുണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഓസികളൊക്കെ നമ്മളോട് ചോദിക്കാറില്ലേ, വൈ ഡു യു സ്റ്റിൽ കോൾ ഇറ്റ് ആസ് എ ഹോം? നമ്മൾ ഹോളിഡേ നമ്മൾ നീ ലീവാണല്ലേ, ഹോളിഡേ പോകണല്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ പോകണം. Why do you need to go to your home as a holiday എന്ന് ചോദിക്കത്തില്ലേ? അത് നമുക്കൊരു നമ്മുടെ നാടിനോടുള്ള ഒരു അടുപ്പ്, ഒപ്പം തന്നെ നമ്മുടെ ബന്ധുക്കളോടും അല്ലെങ്കിൽ ഫാമിലിയോടും കുടുംബത്തിനോടൊക്കെ ഉള്ള ഒരു അടുപ്പാണ്. അതാണ് ഇന്നത്തെ ഒരു കാലത്ത് ഏറ്റവും വേണ്ടത്. കാരണം മക്കൾ എന്ന രീതിയിൽ നമ്മൾ അതിനെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ഇപ്പം ജനുവരി നാട്ടിൽ പോയിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ജനുവരി നാട്ടിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാട്ടിന് ചുറ്റും ഒരുപാട് ഉത്സവങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പൊ പണ്ടത്തെ നമ്മളെ കുട്ടിക്കാലത്തിന്റെ ഏറ്റവും വലിയ ഒരു ഹരമാണ് ആ ഉത്സവങ്ങൾ കാണാൻ പോകാന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ പോയപ്പോഴും മക്കളോടൊപ്പം എല്ലാവരും കൊണ്ട് അവിടെ പോയി. ഇപ്രാവശ്യം ഞാൻ ലുക്ക് ഫോർവേഡ്. നമ്മള് നാട്ടിലൊക്കെ പോകുമ്പോ നമുക്ക് നമ്മളെ കാത്തിരിക്കണ വീടിന്റെ അടുത്തൊക്കെയുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോ, കാരണം നമ്മള് എന്ന് പറയണത് പ്രായമായവരുള്ളത് കൊണ്ടാണല്ലോ ഇത് ആരോ പറഞ്ഞ പോലെ മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചിരി ഉണ്ടായിരുന്നിടത്താണ് ചുളിവ് വീഴുന്നതെന്ന്. കാരണം അവരും കഷ്ടപ്പെട്ട് നമ്മുടെയൊക്കെ പോലെ യൂത്ത് ആൻഡ് യങ് ആയിട്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പ്രായം നമുക്കൊക്കെ ചുളിവുകൾ മനുഷ്യന് വരുത്തുമ്പോൾ അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർമ്മിക്കുന്നതല്ല. കാരണം അവരും അവരുടേതായ കാലഘട്ടത്തിൽ വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് പണിയെടുത്തത് കൊണ്ട് ഇന്നത്തേക്കാൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് നമ്മുടെ അമ്മമാരും അമ്മാമ്മമാരും ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാവുക. സോഷ്യൽ ഇന്നോവേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് കണക്ട് ചെയ്തിട്ടുണ്ടായി. ഇപ്പം ഓസ്ട്രേലിയയിൽ കണ്ടുള്ള ഒരു പുതിയ ഒരു സോഷ്യൽ ഇന്നോവേഷൻ ആണ്, ഏജ് കെയർ കണ്ടുള്ളതാണ് കോ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം. അതായത്
ഒരാളെ വീട്ടിൽ നിങ്ങൾ ഒരു 3 bedroom ഉള്ള വീട്ടിൽ നിങ്ങൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു റൂമുള്ള ഒരാളെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത 2 റൂം നിങ്ങളൊരു പ്രായമായവർക്ക് വേണ്ടി കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് താമസിക്കുക. അപ്പോൾ യു ഹാവ് സമ്മൺ ഇൻ യുവർ ഹോം ടു ലുക്ക് ആഫ്റ്റർ ഈച്ച് അതർ. ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഡെൻമാർക്ക് അത് ട്രയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ നാട്ടിലും എല്ലാം വലിയ വീടുകളുള്ള ഒരുപാട് പേരുണ്ട്. ചെറിയ വീട്ടിൽ താമസിക്കുന്നവരോ ചെറിയ വീട്ടിലെ സൗകര്യങ്ങൾ കുറഞ്ഞവരോ ഉള്ളവരെ വലിയ വീട്ടിലുള്ളവര് ഒന്ന് കോഹോസ്റ്റ് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി ജീവിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കാം. എനിക്കൊന്ന് യങ്സ്റ്റേഴ്സ് ഒക്കെ ഇപ്പൊ പലരും മറ്റേ ക്ലബ്ബുകളും അതും ഇതൊക്കെ തുടങ്ങുമ്പോൾ എനിക്കൊന്ന് എല്ലാവരും ഫോക്കസ് ചെയ്ത് ഒരു പ്രായമായ, കാരണം അവരുടെ മാതാപിതാക്കളും ഇപ്പൊ നാട്ടുപുറത്തൊന്നും അങ്ങനെ അത്ര കാര്യമല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവരുടെയും മാതാപിതാക്കൾ ഇപ്പൊ നമ്മള് ആ ഒരു ഫേസിലൂടെ കടന്നു പോകാൻ ടെൻഷനും കാര്യങ്ങളുമായിട്ട് പേരൻസിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന, അപ്പം ചോട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് അങ്ങനത്തെ ഉള്ള ഗ്രൂപ്പുകൾ ഇത് ചെയ്യുന്നു തോന്നുന്നു. പക്ഷെ നാട്ടിൽ ഇപ്പൊ ആളില്ലല്ലോ, അവിടെ പ്രശ്നം വരുന്നത് അതൊക്കെ കൊണ്ടാണ്. അതും ഒരു പാട്ടാണ് റീസൺ ആയിട്ട് പറയുന്നത്. അതായത് ഈ ചെറുപ്പക്കാർ പുറത്തോട്ട് പോകുന്നവരാണ് ഈ 100-35 പേരാവാൻ കാരണം അതാണ് പറയപ്പെടുന്നത്. അതായത് ആണല്ലോ കേരളത്തിൽ നിന്ന്. അതുകൊണ്ടാണ് പ്രായമായവർ മാത്രമായി പോണത്. അതിന്റെ ഒരു റീസൺ നമ്മൾ ഹെൽത്ത് കെയർ ഇംപ്രൂവ്മെന്റ് ആണെന്ന് പറയുന്നത് കൂടിയും നമ്മളും അതിനൊരു ഞാനും ലിജിനും ഷാമും ഒക്കെ ഉൾപ്പെടുന്നവരെ ഇതിന്റെ റീസൺ ആണ്. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ട് ഇൻവോൾവ് ആവുക, നമുക്ക് ഐഡിയാസ് ഷെയർ ചെയ്യുക, നോളജ് ഷെയർ ചെയ്യുക, നമ്മളൊരു എക്സ്പെർട്ടൈസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പ്രായവരോട് സമയം സ്പെൻഡ് ചെയ്യുക. അതെ, നിർബന്ധമായിട്ടും നമ്മളൊരു അവരായിട്ടുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യപ്പോഴും. അപ്പൊ നമുക്ക് അതിന് തൽക്കാലം അതിനെ അങ്ങനെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ നമുക്ക് വി വാണ്ട് ടു ഡിസ്കസ് മോർ നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ലെറ്റ്സ് കീപ് ഡിസ്കസിങ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇതിന്റെ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. ഞങ്ങളും ഇതിലേക്കൂടെ ഗോ ത്രൂ ചെയ്യുന്നതുകൊണ്ട് എനിത്തിങ് ഇസ് ഗുഡ്. അപ്പം നമുക്കത് എങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പ്രായമായവരെ കുറച്ചും കൂടി സുരക്ഷിതമായി സന്തോഷമായിട്ടും അവരുടെ ഹെൽത്തിനെ വെൽബീയിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ പ്ലീസ് പോസ്റ്റ് കമന്റ്സ് and we can keep discussing. We will be replying to your comments as well. We are very happy to do that. Yeah. Okay, thank you. Thank you very much. Thank you. See you next time.